കേരള തീരത്തോടടുത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങളിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. മെയ് 25-ന് കൊച്ചി തീരത്തിനടുത്ത് MSC കമ്പനിയുടെ എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെയാണ് ഇന്ന് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന വാൻഹായ് 503 എന്ന സിംഗപ്പൂർ കപ്പലിന് കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്നും 120 കിലോമീറ്റർ അകലെ കടലിൽ തീപിടിച്ചത്. അപകടകരമായ രാസവസ്തുക്കളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം. അടിക്കടി കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നതോടെ കപ്പലുകളുടെ ശവപ്പറമ്പായി കേരള തീരത്തിനടുത്തെ കപ്പൽ ചാൽ മാറിയിരിക്കുകയാണ്. ഇൻഷുറൻസ് തുക തട്ടാനും ഈ മാലിന്യങ്ങൾ നശിപ്പിക്കാനുമായി മനഃപൂർവ്വം കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ 500 കോടി രൂപയെങ്കിലും ചെലവ് വരും ഒരു കപ്പൽ നിർമ്മാണത്തിന് തന്നെ. കത്തിയ കപ്പലിന് 25 വർഷത്തിലേറെ പഴക്കമുണ്ട്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട ഒരു കപ്പലായിരുന്നു എൽസ. ജപ്പാനിൽ 15 വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി. ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. കപ്പലിന് ഇൻഷുറൻസ് പരീക്ഷ ഉള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക തന്നെ ലഭിക്കും.